ഒരു ശ്രീചക്രം ഞാൻ വെറുതെ വാങ്ങി വീട്ടിൽ തൂക്കുകയാണ്, അതിനെന്തെങ്കിലും വിപരീത ഫലം ഉണ്ടാവും? അതിലൊരു ദേവതയുടെ അധിവാസം ഉണ്ടായ എന്ത് ചെയ്യും? അധിവാസം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിന് ആ ദേവതയ്ക്ക് നമ്മൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഈ കുടിയിരുത്തുകൾ പീഠപ്രതിഷ്ഠകളൊക്കെ ചെയ്യുന്ന സമയത്ത് പീഠം വെച്ച് കഴിഞ്ഞാൽ പീഠത്തിന് മുകളിൽ ഒരു കൂർച്ചം വെച്ച് മൂടിക്കെട്ടും. എന്തിനായിരിക്കും? അതുപോലെ തന്നെ ജീവോദ്വാസന ചെയ്ത് അർച്ചനാബിംബത്തിൽ നിന്ന് മൂലവിഗ്രഹത്തിൽ നിന്ന് ഉത്സവമൂർത്തിയിലേക്ക് നമ്മൾ ചൈതന്യത്തെ സംക്ഷേപിച്ചാൽ, നമ്മൾ ചൈതന്യം അങ്ങോട്ടാക്കി ആക്കിയാൽ ഈ മൂലവിഗ്രഹത്തെ മഞ്ഞപ്പൊടി ഇട്ട് പട്ടുകൊണ്ട് മൂടി കൂർച്ചം വെച്ച് കെട്ടും, ദർഭ കൊണ്ട് കെട്ടും. എന്തിനാണ്? പുറത്തുനിന്ന് അങ്ങോട്ടേക്കോ അകത്തുനിന്ന് വെളിയിലേക്കോ ഒരു തരത്തിലുള്ള ബന്ധം ഉണ്ടാവാതിരിക്കാനായിട്ടാണ്. സംരക്ഷണമാണ്. അപ്പോൾ അവിടെ ദേവതയ്ക്ക് എന്തിനാണ് സംരക്ഷണം എന്ന് ചോദിച്ചാൽ ആ ദേവത അവിടെ അല്ല. ദേവത ഉത്സവത്തിലായി. പള്ളിവേട്ടയുടെ സമയത്തും ആറാട്ടിന്റെ സമയത്തും ദേവത ഉത്സവമൂർത്തിയിലാണ്. എന്നാൽ ശ്രീഭൂതബലിക്കോ ശ്രീബലിക്കോ ഇല്ല, ആവശ്യമില്ല. കാരണം മൂർത്തിയെ പൂർണ്ണമായിട്ടല്ല, മൂർത്തിയുടെ ഒരു കലയെ മാത്രമേ എടുക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പം പൂർണ്ണമായിട്ടുള്ള ഒരു സംരക്ഷണം വേണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള പ്രാണപ്രതിഷ്ഠ ചെയ്തതിന് ശേഷം മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. വെറുതെ ഒരു യന്ത്രം ഒരു ആകൃതിയിൽ ഉണ്ടാക്കി വെച്ചാൽ അവിടെ ഒരു ദേവതാ അധിവാസം ഉണ്ടാവാൻ ഒരു വിഷമവുമില്ല.